വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് Rameshvoice. പച്ച മലയാളത്തിലൂടെ കേട്ടിലൻ ഇംഗ്ലീഷ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ATG ആണ്. എന്ത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ചിലർക്ക് ഒരല്പം കടുപ്പുള്ളതായിരിക്കും. ഈ ചെറിയ കുട്ടികളൊക്കെ ഹോസ്പിറ്റലിൽ വല്ല ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ പറയില്ലേ, ഒരല്പം വേദന ഉണ്ടാവും, ഉറുമ്പ് കടിക്കുന്ന പോലെ എന്നൊക്കെ പറയും ഇല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ട് അല്പം ഒന്ന് ചിന്തിക്കേണ്ടി വരും. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ മിക്കവാറും ശരിയാക്കും. കാരണം നമ്മൾ കടന്നു പോന്നിട്ടുള്ള ചില വീഡിയോസിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, പക്ഷെ കിട്ടിലൻ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, തുടങ്ങാം അല്ലേ? ശരി, തകർക്കാനുണ്ടാ. നിങ്ങളുടെ ചില ഫ്ലോ ടൈൽസ് പൊട്ടിയിരിക്കുന്നു. ഫ്ലോ ടൈൽസ് അങ്ങനെ പൊട്ടിയിട്ടുണ്ട് കാണുന്നു. Some of your floor tiles are broken. നിങ്ങളവ മാറ്റി വെപ്പിക്കണം. നിങ്ങളത് എന്നൊക്കെ പറയണം മലയാളത്തിൽ. പക്ഷേ അവ കുറച്ച് ഉണ്ട്, 4 ഉണ്ട്. You should have them replaced. Causative. You should have them replaced. അതാണ് ഞാൻ പറഞ്ഞ ഉറുമ്പ് കടിക്കുന്ന പോലത്തെ വേദന. He had his hair colored yesterday. He had his hair colored yesterday. Get ആയാലും മിക്കവാറിടത്ത് മതി പറഞ്ഞിട്ടുണ്ട്. Get or have. ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊക്കെ രസമായിരിക്കും. അവർ ഇപ്പോൾ അവരുടെ കിച്ചൺ ക്യാബിനറ്റ് ഫിക്സ് ചെയ്യിക്കുകയാണ്. കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. They are having their kitchen cabinet fixed, or they are getting their kitchen cabinet fixed. ഞാനതിൽ ചില സെൻറ്റൻസുകൾ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് തമ്മിൽ ബന്ധപ്പെടുത്തിയാലാണ് ശരിക്കും ഒരു ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവുള്ളൂ. നീ നിൻ്റെ കാറ് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. നീ നിൻ്റെ കാർ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. You should take your car to the mechanic. You should take your car to the mechanic. എന്നിട്ട് ബ്രേക്സ് ശരിയാക്കിക്കണം. ആ ബ്രേക്കുകൾ ശരിയാക്കണം എന്ന് മലയാളത്തിൽ പറയും. And have the brakes fixed. You should take your car to the mechanic and have the brakes fixed. ആ വർക്കേഴ്സ് നിങ്ങളുടെ കോമ്പൗണ്ടിൽ എന്താ ചെയ്യുന്നത്? അവരെന്തോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. What are those workers doing in your compound? What are those workers doing in your compound? ഓ, ഞാനൊരു കാർ പോർച്ച് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഞാനൊരു കാർ പോർച്ച് ഉണ്ടാക്കിക്കുകയാണ്. ബിൽഡ് ആണ്, മേക്കല്ല, ബിൽഡ്. I am having a carport built. I am having a carport built. ഒരു പുതിയ ഫോൺ വാങ്ങുന്നതിന് പകരം അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഇത് നമുക്ക് നോക്കാം. ഒരു പുതിയ ഫോൺ വാങ്ങുന്നതിന് പകരം, instead of buying a new phone, എന്തുകൊണ്ട് നീ പഴയത് നന്നാക്കിക്കുന്നില്ല? Why don't you get your old one
fixed? Why don't you get your old phone serviced, repaired? Instead of buying a new phone, why don't you get the old one fixed? ഈ കേക്കുകൾ ഹോം മെയ്ഡാണ്. ഈ കേക്ക്സ് നിങ്ങൾ സ്വയം ഡെലിവറി ചെയ്യാണോ? Do you deliver these cakes yourself? അതോ നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും, അത് പറയുന്നില്ല, ഡെലിവർ ചെയ്യിക്കുകയാണോ? അതിൻ്റെ അർത്ഥം ആരെക്കൊണ്ടെങ്കിലും ആയിരിക്കുമല്ലോ. അതോ നിങ്ങൾ ഡെലിവർ ചെയ്യിക്കുകയാണോ? Or do you have them delivered? അവളുടെ ഫ്രിഡ്ജ് കേടായിരുന്നു. ഫ്രിഡ്ജ് ഓർ റെഫ്രിജറേറ്റർ കേടായിരുന്നു. Her fridge was broken. എന്തും നമുക്ക് കേടായി എന്നുള്ളതിന് ബ്രോക്കൺ പറഞ്ഞാൽ മതി. Her fridge was broken. അവളത് നന്നാക്കിച്ചു, ശരിയാക്കിച്ചു. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. She had it serviced and now it's working. Or she got it serviced and now it's working. നിന്റെ മൊബൈൽ സ്വയം നന്നാക്കല്ലേ കേട്ടോ. നീ തനിയെ നന്നാക്കല്ലേ. Don't repair your mobile yourself. Don't repair your mobile yourself. അതൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നന്നാക്കിക്ക്. നിനക്കതൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നന്നാക്കിക്കാം. You can get it serviced at a service center. You can have it repaired at a service center. കസേരകളൊക്കെ നീക്കിയിട്ടുണ്ട്. പാസീവ്. The chairs have been moved. മേശകളൊക്കെ ഇനിയും റീഅറേഞ്ച് ചെയ്തിട്ടില്ലേ? പാസീവ്. Have the tables been rearranged yet? Have the tables been rearranged yet? മേശകൾ ഇന്നലെ തന്നെ റീഅറേഞ്ച് ചെയ്തിരുന്നു. റീഅറേഞ്ച് ചെയ്യപ്പെട്ടിരുന്നു ഇന്നലെ. The tables were rearranged yesterday. അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര യെസ്റ്റർഡേ പറയുന്ന കാരണം മാത്രമാണ് നമ്മളത് സിമ്പിൾ പാസ്റ്റിലേക്ക് പോയത്. ദ ടേബിൾസ് ഹാവ് ബീൻ റീഅറേഞ്ച്ഡ്. ആ ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ മറുപടി അങ്ങനെയും പറയാം. ഇതിവിടെ കുറച്ചുകൂടി സൂക്ഷ്മമായി അതുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. മേശകൾ ക്ലീൻ ആക്കിയിട്ടുണ്ടോ? ക്ലീൻ ആക്കിച്ചിട്ടുണ്ടോ? വൃത്തിയാക്കിച്ചിട്ടുണ്ടോ? Have the tables been cleaned? മേശകൾ ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് the tables have been cleaned. ആരോ ആക്കിയിട്ടുണ്ട്. ആരെക്കൊണ്ടോ നമ്മൾ ക്ലീൻ ആക്കിച്ചിട്ടുണ്ട്. മേശകൾ ക്ലീൻ ആക്കിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് have the tables been cleaned. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ are the tables clean? മേശകൾ ക്ലീൻ ആണോ? അങ്ങനെയും ചോദിക്കുക. അത് അവിടെയൊക്കെ ഇതാണ് ചോദിക്കുക, അങ്ങനെയൊന്നുമില്ല കാര്യം. ഇതെല്ലാം ഇതൊരു കോണ്ടെക്സ്റ്റിന് അനുസരിച്ച് നിൽക്കുന്നതാണ്. അല്ലാതെ ഇതിൽ പറയുന്നത് പോലെ ഒരേ ഒരു കാര്യം മാത്രം, ഒരേ ഒരു ടെൻസ് മാത്രം ആ സന്ദർഭത്തിൽ, അങ്ങനെയില്ല. ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് യുക്തം പോലെ ഇതൊക്കെ യൂസ് ചെയ്യാം. എല്ലാം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. മലപ്പുറം രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ AK-47 ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ രസകരമായിട്ട് രക്ഷപ്പെടാം. പ്രതിരോധത്തിനാണ് കേട്ടോ, നമ്മൾ ആക്രമണത്തിനല്ല. നമ്മൾ അഹിംസാവാദികളാണ്.
എന്തൊക്കെയായാലും അല്ലാതെ ഇപ്പോൾ ആ ഒരാളോട് ഡിഡ് യു ക്ലീൻ ദ ടേബിൾ, നിങ്ങൾ ടേബിൾ ക്ലീൻ ചെയ്തിരുന്നോ എന്ന്, കാരണം ആളല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചാലും കാര്യങ്ങൾ മനസ്സിലാവും. കണ്ടോ, അവിടെ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനോട്. അദ്ദേഹം നിങ്ങൾ ക്ലീൻ ചെയ്തോന്നും അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്തിരുന്നോന്നും. ആൾ ക്ലീൻ ചെയ്യിക്കാൻ ചുമതലപ്പെട്ട ആളാണ്, അങ്ങനെയുള്ളൂ. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ആക്യുറസി വേണ്ടി വരും. ഓക്കെ, മനസ്സിലാവണില്ലേ? നിങ്ങളിതൊക്കെ പറയുന്നില്ല നന്നായിട്ട്, അതുണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ഉത്തരം പറയണത് ഇല്ല, അത് ക്ലീൻ ചെയ്യിക്കാൻ പോവുകയാണ്. അത് ഞാൻ ക്ലീൻ ചെയ്യിക്കാൻ പോവുകയാണ്. No, I'm going to have them cleaned. I'm going to get them cleaned. ഓർക്കസ്ട്ര ടീം എവിടെയാണ്? ഭയങ്കര പരിപാടിയാണ്, കാശ് കൊണ്ട് തൊഴിക്കുകയാണ്. Where is the orchestra team? അവർ രാവിലെ മുതൽ റിഹേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാട്ടിൽ എന്തെങ്കിലും ഒരു കല്ലുകടി ഉണ്ടായാൽ വിവരം അറിയും. അതിഥികളുടെ കയ്യിൽ നിന്നും ആതിഥേയൻ്റെ കയ്യിൽ നിന്നും. They have been rehearsing since morning. സൗണ്ട് സിസ്റ്റം ഫിക്സ് ചെയ്തിരുന്നോ? ആളുകളുടെ ചെവിക്കല്ലൊക്കെ തെറിച്ച് പോകുന്ന വിധത്തിലുള്ള സൗണ്ട് സിസ്റ്റം ഫിക്സ് ചെയ്തിരുന്നോ? Was the sound system fixed? അത് രാവിലെ തന്നെ ഞാൻ ഫിക്സ് ചെയ്യിച്ചു. Yes, got it fixed in the morning. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് മിക്കവാറും എണ്ണം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചിലർക്കിത് ഇത്തിരി പ്രശ്നം ഉണ്ടാവും. കാരണം അത് മുൻപത്തെ കോസറ്റീവ് അന്നൊന്ന് ഒരു വീഡിയോ കണ്ടുപോയി. പിന്നെ അതിൽ എന്താ പാസീവ് വോയിസ് കയറി വന്ന് കോസറ്റീവും പാസീവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങൾ ഏകദേശം ഊഹിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ അല്ലേ? ഇനി ഇത് ഒരുപാട് തെറ്റി എന്നുള്ളൊരു തീരെ വിഷമിക്കേണ്ട. ആ കോസറ്റീവ് ആൻഡ് പാസീവ് അതിൽ കൂടെ ഒന്ന് കടന്നു പോകുന്നിട്ട് നിങ്ങൾ അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കോമൻസിൽ എഴുതുക. മിക്കവാറും കോമൻസ് ഞാൻ കാണും. ചില ഒരു ചങ്ക് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ എഴുതി മാറിപ്പോയി. ഞാൻ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഞാൻ നോക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര മതി അല്ലേ? ശരി, നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലെന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.